ഹായ് ഗായ്സ്, ഞാൻ കൃഷ്ണ. അപ്പോൾ നമ്മൾ ഇന്ന് പ്രോക്രിയേറ്റിൽ നമ്മൾ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വർക്ക് ഫ്ലോ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 5 ടിപ്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് കാര്യം എനിക്ക് പറയാനുള്ളത് ഈ സെലക്ഷൻ ടൂളിനെ പറ്റിയാണ്. ഒരു ഒരു സംഭവം നമ്മൾ സെലക്ട് ചെയ്യണം എന്നാണെങ്കിൽ നമുക്ക് ഇതേപോലെ മാനുവലി സെലക്ട് ചെയ്യണം, കറക്റ്റായിട്ട് പ്രിസൈസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് പിന്നെയും അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുന്ന സമയത്ത് നമുക്ക് ആക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ സെലക്ഷൻ ടൂളിൻ്റെ തൊട്ട് താഴെ സേവ് ആൻഡ് ലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ഞെക്കി കഴിഞ്ഞാൽ നമ്മൾ ഏത് സാധനമാണോ സെലക്ട് ചെയ്തത് അത് കറക്റ്റായിട്ട് സേവ് ആയിട്ട് കിടക്കും. നമുക്ക് പിന്നെ അത് എപ്പോൾ വേണമെങ്കിലും അവിടെ പോയി കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്സസ് ചെയ്യാനും പറ്റും. വലിയൊരു ഏരിയ ഒക്കെ എടുത്ത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് പിന്നെ അവിടെ ഒരു ചേഞ്ച് വരുത്തേണ്ട സമയത്ത് നമ്മൾ പിന്നെയും സെലക്ട് ചെയ്യാതെ ഇനി ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി, എളുപ്പമായിരിക്കും. നമുക്കിപ്പോൾ ഒരു സർക്കിൾ വരയ്ക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ പെർഫെക്റ്റ് സർക്കിൾ ആയിരിക്കില്ല എന്തായാലും നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചെറിയൊരു വിടവൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ആ കളർ പുറത്തേക്ക് ലീക്കാവും. അപ്പോൾ നമുക്കിതിൻ്റെ ത്രെഷോൾഡ് അഡ്ജസ്റ്റ് ചെയ്യാം. ത്രെഷോൾഡ് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. ഇത് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ പെന്ന് ലിഫ്റ്റ് ചെയ്യാതെ തന്നെ ലെഫ്റ്റിലോട്ട് സ്ലൈഡ് ചെയ്യുക. അപ്പോൾ മുകളിലൊരു ഓപ്ഷൻ ഇങ്ങനെ കാണിക്കും ത്രെഷോൾഡ് എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ കറക്റ്റ് അത് ഫില്ലാവുന്ന രീതിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കളയുകയാണെങ്കിലും പിന്നെ നമ്മൾ ഏത് ഷേപ്പ് വരച്ച് കഴിഞ്ഞാലും ആ ഒരു സെറ്റിംഗ് അത് ഓർമ്മിച്ച് വെക്കും പ്രോക്രിയേറ്റ്. അപ്പോൾ നമ്മൾ എപ്പോഴതിനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാലും അങ്ങനെ വരും. അപ്പോൾ നമ്മുടെ ഒരു സ്കെച്ചിനെ നമുക്ക് വേറൊരു സെലക്ഷൻ ടൂളോ ഒന്നും ഉപയോഗിക്കാണ്ട് തന്നെ നമുക്കത് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതും വേറെ സെപ്പറേറ്റഡ് ലെയറിൽ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം റഫറൻസ് മോഡ് എടുക്കുക. റഫറൻസ് മോഡ് എടുത്ത് അതിന് തൊട്ട് താഴെ ലെയർ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് കളർ ഡ്രോപ്പ് ചെയ്താൽ മതി. ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് വരുന്നത് ഒരു സെപ്പറേറ്റഡ് ലെയറിലായിരിക്കും. നമ്മുടെ ഔട്ട്ലൈനുമായിട്ട് അതിനൊരു ബന്ധം ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് അതിലെന്ത് ചേഞ്ചസ് വേണമെങ്കിൽ ചെയ്യാം. മൾട്ടിപ്പിൾ ലെയേഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ലെയർ ടാപ്പ് ചെയ്തിട്ട് ബാക്കിയെല്ലാം സ്ലൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ലെയറിനും ആ സെലക്ഷൻ കിട്ടും. നമ്മൾ അതിന് ശേഷം ഇപ്പോൾ ട്രാൻസ്ഫോം ടൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറുതാക്കാനോ വലുതാക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ ലെയേഴ്സും ഒരേപോലെ അതിനെ എഫക്റ്റ് ചെയ്യും. നമ്മൾ സെലക്ട് ചെയ്ത ലെയേഴ്സ് നമുക്ക് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഹോൾഡ് ചെയ്തതിന് ശേഷം ഒന്ന് സ്ക്രീനിലേക്ക് തന്നെ വലിച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാ ലെയേഴ്സും അതിൻ്റെ കോപ്പീസായിട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾക്ക് ഈ ലെയേഴ്സൊക്കെ വേറൊരു ക്യാൻവാസിലേക്ക് കൊണ്ടുപോകണം എന്നാണെങ്കിൽ ഇതേപോലെ ജസ്റ്റ് സെലക്ട് ചെയ്യുക, സ്ലൈഡ് ചെയ്തിട്ട് അതിനുശേഷം ഹോൾഡ് ചെയ്ത് പിടിച്ച് ഗാലറി അടിച്ചിട്ട് നമുക്ക് വേണ്ടുന്ന ഒരു ക്യാൻവാസ് എടുക്കുക, അതിലേക്ക് കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ എല്ലാ ലെയേഴ്സും അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ സ്ക്രീനിലേക്ക് ഫിറ്റല്ല, ഇത് ആ ക്യാൻവാസിനും ഈ ക്യാൻവാസും തമ്മിൽ വ്യത്യാസമുള്ളതുകൊണ്ട് സ്ക്രീനിലേക്ക് ഫിറ്റല്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ഫിറ്റ് ടു ക്യാൻവാസ് കൊടുത്താൽ മതി. നിങ്ങളുടെ കയ്യിലൊരു ഐപാഡും ഒരു എക്സ്റ്റേണൽ മോണിറ്ററും കയ്യിലിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് ഈ ഒരു USB-C to HDMI ഹബ്ബ്. ഇത് വാങ്ങിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വർക്കോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മൾ കണക്ട് ചെയ്ത് മോണിറ്ററുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോക്രിയേറ്റിൽ തന്നെ ഒരു ഓപ്ഷനുണ്ട്, പ്രൊജക്റ്റ് ക്യാൻവാസ് എന്ന് പറഞ്ഞിട്ട്. പ്രൊജക്റ്റ് ക്യാൻവാസ് അടിക്കുന്ന സമയത്ത് നമ്മൾ എന്താണോ വരയ്ക്കുന്നത് അത് റിയൽ ടൈമിൽ നമ്മൾ എത്ര സൂം ചെയ്തും സൂം ചെയ്യാതെയൊക്കെ വരച്ച് കഴിഞ്ഞാലും ഇതിലേക്ക് വരുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ സ്ക്രീനായിട്ട് കാണാൻ പറ്റും. ഐപാഡിൽ നിങ്ങൾക്ക് അത് സൂം ചെയ്തിട്ടോ സൂം ചെയ്യാതെ എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. സൂം എത്ര ഡീറ്റെയിൽ ആയിട്ടാണെങ്കിൽ ടൈനി ആയിട്ട് സൂം ചെയ്ത് വരയ്ക്കാം നിങ്ങൾക്ക്. പക്ഷേ ഇതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഫുൾ സ്ക്രീനായിട്ട് തന്നെ കാണാൻ പറ്റും. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയൊരു സാധനമാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ. നിങ്ങളെന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം അറിയിക്കുക. ഞാൻ എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് പോലെ ഇറക്കുന്നതായിരിക്കും. ഇത് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നതായിരിക്കെങ്കിൽ അയയ്ക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.